ഇപ്പോൾ ശ്രീ അനിൽ അക്കര നമ്മളോടൊപ്പം ടെലിഫോൺ അയച്ചിരുന്നുണ്ട്. ശ്രീ അനിൽ അക്കര, ഇപ്പോൾ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നീക്കം, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത്. അപ്പോൾ ഈ ക്രമക്കേടിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണം, അങ്ങനെയാണ് വിജിലൻസിന്റെ ശുപാർശ വന്നിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ നീക്കത്തെ? അല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായിട്ടുള്ള ക്രമക്കേടുകളും മറ്റു വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ കൊണ്ടുവന്ന ലൈഫ് മിഷൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI നേരിട്ടെടുത്ത കേസ്, ആ കേസ് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയ സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഞാൻ തന്നെ കൊണ്ടുവന്ന ഹൈറച്ച് ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോമ്പറ്റന്റ് അതോറിറ്റി പിന്നെ CBIക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ ശുപാർശയും ഈ ഗവൺമെന്റ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ പല വളരെ അന്വേഷിച്ച് തെളിവുകൾ കണ്ടെത്തി ആളുകൾ ജയിലിൽ പോയ കേസുകളിൽ പോലും CBI അന്വേഷണത്തിന് എതിരെ നിൽക്കുന്ന സർക്കാർ, ഇവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ CBI അന്വേഷണം ശുപാർശ ചെയ്യാം. അത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യം. ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും അന്വേഷിക്കുകയും വിജിലൻസ് തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ അന്വേഷിച്ച് ഇത് ശരിയല്ല എന്ന് കണ്ടെത്തിയ സാധനം ഇപ്പോ ഈ പൊളിറ്റിക്കൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം ഉണ്ടല്ലോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തോറ്റതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടും ഇനി കേരളത്തിൽ LDFന് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഈ പ്രതിപക്ഷം നല്ല രീതിയിൽ കൊണ്ടുവന്ന VD സതീശനെതിരായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന ശുപാർശ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുമോ എന്ന ഒരു വർക്ക് LDF നടത്തുകയാണ്. ഈ കേരളത്തിലെ വിജിലൻസിനൊന്നും ഒരു പിന്നെ വിശ്വാസമില്ലാതിരിക്കുകയാണ്. അപ്പൊ വടക്കാഞ്ചേരിയിലെ പിന്നെ വോട്ട് തട്ടിയതുമായി ബന്ധപ്പെട്ട കേസിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു എന്ന് പറഞ്ഞ് എന്നെ ഫോണിൽ വിളിച്ച് വിജിലൻസ് ഓഫീസിൽ വിളിച്ചെങ്കിൽ കൂടിയും ഒരു ഇഞ്ച് പോലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ വിജിലൻസ് CPMന്റെ ഒരു ഫ്രാക്ഷനായി മാറിയിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു പ്രസക്തിയുമില്ല, ഈ വിജിലൻസ് അന്വേഷണത്തിന് ഒരു വിശ്വാസതയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലൈഫ് മിഷന്റെ വിജിലൻസ് അന്വേഷണം ഇവർ ആരംഭിച്ചിട്ട് കൊല്ലം 9 ആയല്ലോ. എന്താണ് അതിന്റെ സ്ഥിതി? പിന്നെ മുഖ്യമന്ത്രി നേരിട്ട് വിജിലൻസ് എൻക്വയറിക്ക് കൊടുത്താണല്ലോ. ആ വിജിലൻസ് അന്വേഷണം എന്തായി? അത് ഇവർ CBIക്ക് ശുപാർശ ചെയ്യുന്നുണ്ടോ? ഒരു രാഷ്ട്രീയ ഏജൻസിയാണ് കേരളത്തിലെ വിജിലൻസ്, ഒരു രാഷ്ട്രീയ ഏജൻസിയാണ്. രാഷ്ട്രീയ പ്രതിരോധികൾക്കെതിരായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന രീതിയിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മാറി. അതിൽ 1-ാം സ്ഥാനത്ത് പ്രതി നിൽക്കുകയാണ് മുഖ്യമന്ത്രി. അപ്പൊ അതിനകത്തൊരു പ്രസക്തിയും ഞങ്ങൾ ഇതിനെ കാണുന്നില്ല. രാഷ്ട്രീയമായും നിയമപരമായും ചെയ്യാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ അനിൽ അക്കര ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന്.